എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും മമ്മൂസ് ട്രാവലോഗിൻ്റെ ഊട്ടി യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും മഴ കണ്ടിരിക്കാവും അല്ലേ? മഴയുടെ ശല്യമൊക്കെ ഉണ്ടോ? എന്തായാലും ശ്രദ്ധിക്കുക മഴക്കാലത്ത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ആദ്യം മഴ കിട്ടിയത് ഊട്ടിയിൽ പോയപ്പോഴാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും കാണാൻ റെഡിയായിട്ടിരിക്കല്ലേ? എന്തിനോട് നോക്കണേ? ഇവിടെ എവിടെയാ? തോട്ടത്തിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാം. തേയിലത്തോട്ടം അവിടെ നിർത്തി ചേട്ടാ. ഇവിടെ നല്ല എല്ലാവരും നോക്കുന്നുണ്ട്. ഫോട്ടോസാണ് മെയിൻ. കുറേ ആൾക്കാരുടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു. തേയിലത്തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കണം. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും കണ്ടു. ചെറിയ കട കണ്ടു. അതിൽ കട എന്നൊന്നും പറയല്ല, കെട്ടി പൊക്കി വെച്ചാണ് സ്ഥലം. അവിടെ കോൺ വേവിച്ചതും ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഇതാ ഇവിടെ വഴിവക്കിൽ കച്ചവടം നടത്തുന്നൊരു ഫാമിലിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങ പേരെന്നാ? പ്രതിഭ. നല്ല പേര്. ഇങ്ങ ഒരു ഇതാണ് പുതുക്കോട്ടെ. ഈ വഴി പോകുമ്പോൾ ഉപ്പിലിട്ടതും ചോളം പുഴുങ്ങിയതൊക്കെ കഴിക്കണം ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോൾ നേരം പോകുന്നത് അറിയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് യാത്ര തുടരണമല്ലോ. അവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടു ചേച്ചി? എന്തുണ്ടാക്കിയാണ്? അമ്പലമാണോ എന്താണ്? കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. അത്ര തെളിച്ചത്തിൽ തെളിഞ്ഞ അവിടെ എന്തൊരു വീട് പോലെ ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഷെഡ് പോലെയുള്ള ചില കടകളും ഇങ്ങനത്തെ ചില സ്ഥലങ്ങളെല്ലാം ഒന്നും കാണാനില്ല. ആകെ പച്ച പിടിച്ച ചെടികൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയുള്ളൂ. അത് വേറെ ജനവാസ കേന്ദ്രങ്ങളൊന്നും ഇല്ല തോന്നുന്നു. ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതേതാ സ്ഥലം എന്ന് ഞങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഏതോ ചെറിയ ടൗൺഷിപ്പ് കഴിഞ്ഞു തോന്നുന്നു. എല്ലാം ഒരു ദൂരക്കാഴ്ച പോലെ തോന്നണേ, അത്രയേ ഉള്ളൂ. ബസ്സിൻ്റെ ഉള്ളിൽ നല്ല പാട്ടും വർത്തമാനമൊക്കെയാണ്.
ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് 9th മൈൽ ഊട്ടി എന്ന സ്ഥലത്താണ്. ഊട്ടിയിലൊരു വളരെ പ്രധാനപ്പെട്ട പിക്നിക് സ്പോട്ടാണിത്. കാണാൻ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം. എൻ്റെ കാഴ്ചകൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കിയാൽ ഭാഷകളിലെയും സിനിമയ്ക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണിത്. ദക്ഷിണേന്ത്യൻ മലകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി എന്ന മനോഹര പ്രദേശത്തിൽ ഒരു പ്രധാന പിക്നിക് സ്പോട്ടാണിത്. ഇവിടെ ധാരാളം സിനിമകൾ ഹിന്ദി, തമിഴ്, മലയാളം, തെലുങ്ക് തുടങ്ങിയ പല ഭാഷകളിലെ സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഷൂട്ടിംഗ് ക്ലബ്ബാണ് ഈ കാണുന്നത്. അവിടേക്ക് കിടക്കാൻ പ്രവേശന ഫീസ് ഉണ്ട്. കുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള കാഴ്ചയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കൊന്നും അവിടെ പോകാൻ വലിയ താല്പര്യം കാണിച്ചില്ല. നമുക്കും തിരിച്ചു പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് അവിടേക്കൊന്നും പോയില്ല. പക്ഷെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ മലകളിൽ പോയി കയറിയിരുന്ന് കാഴ്ചകൾ കാണണം. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. മലനിരകളും മരങ്ങളും താഴ്വരകളും എല്ലാം കൂടി പോരാത്തതിന് മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം. വളരെ രസകരമായ ഒരു അന്തരീക്ഷം. സമയം പോകുന്നത് അറിയില്ല അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. നേച്ചറായിട്ടുള്ള ഇടി ശബ്ദം കേട്ടോ. കാക്ക ബുദ്ധിയുള്ള കാക്ക കാറ്റിൽ കിട്ടില്ല. വെള്ളം യോമിഥുനങ്ങളെ ഞാൻ വീഡിയോ ഇടും. അപ്പൊ ഒന്ന് തിരിഞ്ഞു കിടക്കുന്നു, അപ്പോഴല്ലേ മുഖം കാണുള്ളൂ. കുതിരപ്പുറത്ത് പ്രകൃതി വരച്ചിട്ട് നമുക്കെന്താ ഭംഗിയില്ലേ. ആരായാലും എന്ന് പറഞ്ഞു. ഇവിടെ പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പിന്നെ കച്ചറ വറക്കാൻ അപ്പം അവർ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്ത് മനോഹരമായ പ്രദേശം. പ്രകൃതിയുടെ മനോഹാരിത കാത്തു സൂക്ഷിക്കേണ്ടത് അവിടെ വിസിറ്റ് ചെയ്യണ ഓരോരുത്തരുടെയും കടമയാണെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. മഞ്ഞും മധുമാരിയും എന്ന പാട്ടൊക്കെ എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. എന്തെങ്കിലും ഡാൻസ് ചെയ്യും. കൊന്ന പൂവേ കൊങ്ങിണി പൂവേ. ഞാൻ യൂട്യൂബിലിട്ടാ, ഞാൻ യൂട്യൂബിലിടും. ആ കളിക്കൂ കളിക്കൂ. ആ അയ്യോ ഇടിയട്ടുണ്ട് ഇനി മതി. ഇടിയട്ടുണ്ട്. മഴ ചാടി തുടങ്ങി. എല്ലാവരും ബസ്സിൽ കയറാൻ തിരക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ചാടി തുടങ്ങി. ഞങ്ങളോടൊന്ന് യാത്ര പുറപ്പെട്ടു. ബസ്സിലെല്ലാവരും പാട്ടുകളായിട്ട് തകർത്തുണ്ട്. പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുകയാണ്. എന്ത് ഭംഗിയാണ്. മഴത്തുള്ളികൾ മുന്നിലൊക്കെ ആയിട്ട് ഒരു പ്രത്യേക അനുഭൂതി. രസകരമായി യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. മഴയുടെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ താമസം ഇന്ന് കൂന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾക്ക് താമസം അറേഞ്ച് ചെയ്തതാണ്. ഞങ്ങൾ അവിടേക്ക് എത്തണം.
പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര രസം തന്നെയാണ്. ഇപ്പം മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. ദൂരെ കുറിച്ചിരിക്കണ മല ദൂരെ എന്ന് പറയല്ലേ നമുക്ക്. നീലഗിരി മലകളിൽ പുഴയിലുള്ള ഡാമോടെ അടുത്താണെന്ന് പറഞ്ഞു. അവിടേക്കൊന്നും നമ്മൾ പോയില്ല കേട്ടോ. പോണ വഴിയിൽ കണ്ടു എന്ന് മാത്രം. പൈക്കാരാന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും നാട്ടിലത്തെ പായിക്കര അമ്പലത്തിൻ്റെ ഓർമ്മ വന്നു. പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാരെ വഞ്ചിട്ട് പോകണം. ശരിക്കും മഴ വർഷിച്ചൊരു ചിത്രം പോലെയുണ്ടല്ലേ. എന്താ ഭംഗി. വൈക്കാരയിലേക്ക് വൈക്കര ഡാം. ഇവിടുന്ന് കാണാൻ പറ്റും വാട്ടർഫോള്. ഇവിടെ എത്തുന്നവരെ യാത്രയൊക്കെ രസകരമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടി പിടിച്ചിട്ടു. കാരണം എന്താ വെച്ചാൽ വണ്ടികളൊന്നും കൂട്ടിപ്പിട്ടുണ്ട്, കടത്തിവിടില്ല നമ്മൾ. കുറച്ച് നേരം വണ്ടിയിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യന് വാഷ്റൂമിൽ പോകാൻ തിരക്ക് എല്ലാവർക്കും ആയി തുടങ്ങി. നിർത്തിയില്ല. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി. ചുറ്റുവട്ടത്ത് നോക്കിയപ്പോൾ അവിടെ ഒന്നും കടകളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് കൂടി കുറേ നടന്നിട്ട് ഒരു ചായക്കട കണ്ടു. അതൊരു മലയാളിയുടെ കടയായിരുന്നു. പക്ഷെ അവിടെ
കയറ്റിയില്ല. അവർ പറഞ്ഞു അവിടെ മെയിൻ്റനൻസ് വർക്ക് കിടക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് കയറ്റിയില്ല. അത് കഴിഞ്ഞ് കുറേശ്ശെ കൂടി നടന്നപ്പോഴാണ് വേറൊരു കട കണ്ടത്. അവിടെ കയറി അങ്ങ് വാഷ്റൂമിൽ പോയപ്പോൾ സമാധാനമായി. അത് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. എത്ര മനോഹരമായ ദൃശ്യമാണ് അല്ലേ. കടയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം ഇത്രയധികം ബസ്സിലത്തെ ആൾക്കാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു, വാഹനങ്ങളിലത്തെ ആൾക്കാർ മുഴുവൻ. അത് കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി. അപ്പോഴാണ് ഞാനൊരു ബോർഡ് കണ്ടത്, HPF എന്ന് എഴുതിയിട്ടുള്ളത്. അത് ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിം, പണ്ട് ഹിന്ദുസ് എന്നുള്ള പേരിലുള്ള ഫിലിം ഇറക്കിയിരുന്ന സ്ഥലം. 1960 മുൻ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജിൻ്റെ ശ്രമഫലമായി സ്ഥാപിച്ച ഈ കമ്പനി ധാരാളം പേർക്ക് ജോലി നൽകിയെങ്കിലും പേപ്പർ സൂട്ടായിട്ട് 2023 സെപ്റ്റംബർ 12 പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി. മഴയും മൂടൽമഞ്ഞും ചെറുതായ ഒരു തണുപ്പും എല്ലാം കൂടി ആകെ ദേഷ്യം വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും അതൊന്നും ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിൽ എല്ലാവരും. ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തിരുന്നു, അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. ഇതാ ഇനിയും ധാരാളം വണ്ടികൾ ഇവരിങ്ങനെ തടഞ്ഞിട്ടുണ്ടിരിക്കുകയാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ഇനി എത്ര നേരം അവിടെ നിൽക്കേണ്ടി വരുമെന്ന് അറിയില്ല. ഇനിയും വണ്ടികൾ വന്ന് നിൽക്കുകയാണ്. 4:30 തൊട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നതാണ്. ഇതിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാർഗം അറിയുന്നില്ല. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വരെ സ്ഥലമില്ല. ഈ വണ്ടികൾ മുഴുവൻ ഇനിയും പോകാനുള്ളതാണ്. കണ്ടല്ലോ, നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇനി എപ്പോഴാണ് വിടുകയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 75 വയസ്സിലും കൂടുതലുള്ള അമ്മമാർ, കുട്ടികൾ ഒക്കെ, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾ, മുല കുടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ. അപ്പോൾ എപ്പോഴും രാത്രി ഞങ്ങളെ ഇവിടെ താമസസ്ഥലത്ത് എത്തുകയെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു ടോയ്ലറ്റോ ഒരു കട പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. കുറേ നടന്നിട്ടാണ് ഞങ്ങൾക്കൊരു ചായ കുടിക്കാനുള്ള സ്ഥലം കിട്ടിയത്. ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കുറേ നടക്കേണ്ടി വന്നു. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്കത് പറ്റിയത്. സമാധാനമായി. ഒരു 7 മണി കഴിഞ്ഞപ്പോൾ, 7:30 കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ്. ഇനി കൂനൂരിലേക്കാണ് യാത്ര. ആ സംഭവത്തോടു കൂടി മനുഷ്യൻ്റെ ഉള്ള മൂടാകെ പോയ പോലെ. ഗൂഗിളമ്മായി പറഞ്ഞു തന്ന വഴിയൊക്കെ തെറ്റി ഞങ്ങൾ ഹോട്ടലിലെത്തുമ്പോൾ കുറച്ച് വൈകി. കുറച്ച് നല്ലോണം വൈകി എന്ന് പറയാം. അവസാനം ഹോട്ടലിൽ നിന്ന് തന്നെ ഒരാൾ വന്ന് കൊണ്ടുപോയി. ഒരു വലിയ കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഉള്ള രാത്രി കാഴ്ച ഞാൻ മുകളിലത്തെ നിലയിൽ നിന്ന് പകർത്തിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ, നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടറിയാം. നാളെ ഊട്ടിക്ക് പോകാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു. യാത്രകൾ വീണ്ടും തുടരും. നിങ്ങളും എന്നോടൊപ്പം സഞ്ചരിക്കും എന്ന് കരുതുന്നു. സസ്നേഹം, വിടാം.